ആ ആ ശരിയാ. ആ ആ ആ ആ ഒരു കുഴപ്പമില്ലാതെ തൃശ്ശൂര് നിൽക്കുമായിരുന്നു. മനസ്സിലായി അതറിയാം. അല്ല ഞാൻ പറയുക അവിടെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുമായിരുന്നു കേട്ടോ. ഒരാവശ്യമില്ല ഇങ്ങനെ നടക്കേണ്ടത്. അവിടെ നോക്കും. അവർക്ക് ഒരാവശ്യമില്ല ഇറങ്ങി നടക്കേണ്ടത്. ആ അല്ല ഞാൻ പറയാം എന്തിനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലേ? നിങ്ങൾ വിളിക്കണം, അവരെ വിളിക്കണം, ഇവരെ വിളിക്കണം. നിങ്ങൾക്ക് ബിസിനസ് അല്ലേ? നിങ്ങളുടെ ബിസിനസിനെ ബാധിക്കത്തില്ലേ? നിങ്ങൾ കച്ചവടം നടത്താൻ പോകുന്നു, നിങ്ങൾ ഇങ്ങനെ വിളിച്ച് ടെൻഷൻ അടിക്കാൻ പോകും. ശരി. വണ്ടി വിളിച്ച് പോയോ? പോയി. നല്ല വണ്ടി വിളിച്ച് വെച്ചിട്ടുണ്ട്. അറിയല്ലോ. അവിടെ തന്നെ പോയിരിക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞു ദോശ ഒരു ചായ ഉണ്ടാക്കി. പിന്നെ ചൂട് കറി എല്ലാം വെച്ച് വെച്ചിട്ട് കഴിച്ചാൽ മതി. ശനിയാഴ്ച കുഞ്ഞിതാകുമ്പോൾ ഏറ്റവും കല്ലിയുണ്ടായിരുന്നു. പഠിക്കാനുണ്ട് ഇവിടെ അങ്ങനെയല്ല. സ്നേഹമാണെങ്കിൽ കുഞ്ഞിൻ്റെ ഇടയ്ക്ക് അതൊക്കെ പറഞ്ഞിരിക്കും. അന്തവരോടാണ് സ്നേഹം. അമ്മ രാജോജിയെ വിളിച്ചിട്ടില്ല. ഇന്നാരാണ് ഞാൻ ഇന്നാരാണ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അവിടെ എന്തെങ്കിലും കരക്കാട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലതല്ലേ അവിടെ നിൽക്കുന്നത്? ദൈവമുണ്ട്, ദൈവമാണ് തിരിച്ചു തന്നെ വിട്ടത്. അവിടെ ആരെങ്കിലും നോക്കാൻ കാണും, പിള്ളേരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, എല്ലാവരും നോക്കാനുണ്ട്. ഇവിടെ എല്ലാവരെയും കൂടെ ഒന്നും നോക്കാൻ പറ്റത്തില്ല. ഞാൻ ഒറ്റ വ്യക്തി. എനിക്കിങ്ങനെ വരുമാനമൊന്നുമില്ല. അവർക്ക് വരുമാനമുണ്ട്. അവർക്ക് 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. എനിക്കാരും ഒന്നും തന്നിട്ടില്ല. എന്റെ കാര്യം തന്നെ എന്തുവാ അറിയത്തില്ല. അപ്പൊ ഞാൻ പറയാം എനിക്ക് ലക്ഷങ്ങളൊന്നും തന്നിട്ടില്ല. 1 ലക്ഷം പോലും തന്നിട്ടില്ല. പിന്നെ ഞാൻ അത് തന്നെ വല്ല വന്നാൽ ഞാനും തടുക്കാനാ. ഞാൻ ആരെയും പ്രതിനിധിക്കില്ല. ഞാൻ തോറ്റിട്ടെങ്കിലും ഞാൻ നിർത്തുന്നു. അങ്ങനെയല്ല, എനിക്ക് ഞാനും ജോലി ചെയ്യുന്നു. എനിക്ക് താമസിക്കില്ല. എന്റെ പണിയൊക്കെ പറഞ്ഞ കാര്യം എന്തുവാ? ഇതൊക്കെ എന്നെ വട്ടൊക്കെ വിളിക്കേണ്ട കാര്യം ഇങ്ങനെ എന്തുവാ? വിളിക്കുമല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് എഴുതി കൊടുക്കണം. ഒപ്പിട്ടാൽ മതി. ഞാൻ എനിക്കറിയാം എഴുതാൻ. ഒപ്പിട്ട് തന്നാൽ മതി. എങ്ങനെ ശരിയാക്കാം. ഇങ്ങനെ കൊള്ളത്തില്ല. $500 ഉണ്ടായിരുന്നു. എനിക്ക് അല്ലാതെ പോകണമല്ലോ, കേസ് കിട്ടാൻ പോകണമല്ലോ. അല്ലെങ്കിൽ അപ്പോ എല്ലാം കൂടെ ഒന്നിച്ചും കൊടുക്കും. അവരെ വിളിക്കുന്നവൻ എല്ലാവരും നാട്ടുകാരെ മുഴുവൻ പട്ടയം വിളിക്കുന്നത്. എന്താ നാട്ടുകാരെ എല്ലാം അവരുടെ അവരുടെ ഭർത്താവ് പറഞ്ഞു എന്റെ അമ്മേനെ അടിച്ചിട്ടില്ല അവര് എനിക്ക് കൊടുത്തിട്ടുണ്ടല്ല അവര് അവരുടെ ഭർത്താവ് വിളിച്ചത്. അവര് പറയാൻ അവരെ ഭർത്താവ് വിളിച്ചത്. അവരാരായിരുന്നു വിളിച്ചത്? അവരാരായിരുന്നു വിളിച്ചത്? അവരാരായിരുന്നു? അവര് തന്നെ കേൾക്കുന്നു എന്ന് എത്തിയ
പിന്നെ എല്ലാവരെയും ഗീത കുറിച്ച് പഠിക്കുന്നു. പിന്നെ എല്ലാവരെയും ഗീത കുറിച്ച് പഠിക്കുന്നു. ശശിക്ക് തോന്നിയോ ശശിക്ക് വയ്യാതെ വളരെ പഠിപ്പിക്കണം. ശശിക്ക് വയ്യാതെങ്കിൽ അതിന് വിചാരിച്ച നാളെ കൊടുക്കാൻ ആരും വന്നു. നിന്റെ തോർത്ത് കുളിക്കാനുള്ളത് നിന്റെ തോർത്ത് കൊണ്ട് കുളിക്കാനുള്ളത് കുഴപ്പമൊന്നുമില്ല. അവര് സെക്യൂരിറ്റി എല്ലാം ചെയ്യിപ്പിക്കും. പിന്നെന്തോ ആൾക്കാർ വേണ്ടി സ്വന്തക്കാർ വേണ്ടി ചെയ്യിപ്പിക്കും. പിന്നെന്തോ നോക്കാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. നോക്കാത്തവരായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല. 5 മണിയാകുമ്പോൾ അവിടെ പോകുന്നത് നമുക്ക് പോകണമല്ലോ. അറിയാൻ